ബ്രൈറ്റ് ഡിസൈൻസിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പ്രിൻസസ് കട്ട് നൈറ്റിയുടെ കട്ടിങ് കാണിച്ചിരുന്നു. ഇന്ന് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇതുപോലെ 3 പീസസ് ആയിട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. അത് നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കണം. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ചെറിയൊരു ടക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മാർക്കിങ് കട്ടിങ്ങും എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഷോൾഡർ മുതൽ താഴെ വരെ ഈ 3 പീസസും ജോയിൻ ചെയ്ത് തയ്ച്ചെടുക്കണം. സൈഡിലെ പീസ് ഇതുപോലെ മെയിൻ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ മറിച്ച് വെച്ച് കൊടുക്കണം. നല്ല വശങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം ജോയിൻ ചെയ്ത് താഴെ വരെ തയ്ച്ചെടുക്കാം. 1/2 ഇഞ്ചിൽ കൂടി വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഞാനിതുപോലെ ജോയിൻ ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ടക്കിൻ്റെ പോർഷനൊക്കെ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ 2 പീസും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പീസസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ താഴെ ലെങ്ത്തിന് ഇത്തിരി വേരിയേഷൻ വരും. അപ്പോൾ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് വെട്ടിക്കളഞ്ഞ ശേഷം മടക്കി തയ്ച്ചെടുക്കേണ്ടി വരും. ബാക്ക് പീസും 3 പീസസ് തമ്മിൽ ജോയിൻ ചെയ്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ബോട്ട് നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്ത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് കൂടിയ വലിയ പീസ് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ്. ഈ പീസ് 2ആയിട്ട് ഫോൾഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്. അതുപോലെ ഇറക്കം എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. ബാക്ക് പോർഷനിൽ നെക്കിനുള്ള പീസും 2ആയിട്ട് ഫോൾഡ് ചെയ്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ പീസിൻ്റെ വിഡ്ത്തും 5 ഇഞ്ച് തന്നെയാണ്. ഇറക്കവും 5 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പീസിൽ എങ്ങനെയാണ് നെക്ക് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി റോങ് സൈഡിലേക്ക് മറിച്ചിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ബോട്ട് നെക്ക് ആയതുകൊണ്ട് നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 4 ഇഞ്ച് ആയിക്കോളും. നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 4.5 ഇഞ്ച് ഇറക്കം വരും. ഇനി താഴെ നിന്ന് കൂടി നെക്കിൻ്റെ വിഡ്ത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇനി ഇതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി ആം ഹോൾ കർവ് വെച്ചിട്ട് നെക്കിന് ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ ബോട്ട് നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തു. ഇനി ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ബോട്ട് നെക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേപ്പർ കട്ടിങ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇനി ബാക്ക് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇറക്കവും 3.5 ഇഞ്ച് തന്നെയാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 4 ഇഞ്ച് ആയിക്കോളും. ബോക്സ് ആയിട്ട് ഡ്രോ ചെയ്തെടുത്ത ശേഷം റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം. ഇനി ഈ ഷേപ്പിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കുമാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അരികുവശം ഒരു 4 ഇഞ്ച് വീതിക്ക് മടക്കി തയ്ച്ചെടുക്കണം. ഇതുപോലെ 4 ഇഞ്ച് വീതിക്ക് ഞാൻ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഫ്രണ്ട് പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നൈറ്റിയുടെ ഫ്രണ്ട് പീസ് ഞാനിതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പീസിൻ്റെ സെൻറ്ററിലൊരു കട്ടിങ് കൊടുക്കണം. ഈ സെൻറ്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത നെക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ഇട്ട് കൊടുത്ത കട്ടിങ്ങിൽ നിന്നും 2 സൈഡിലേക്ക് 3.5 ഇഞ്ച് ഈക്വൽ ഡിസ്റ്റൻസിൽ വേണം ഈ പീസ് വെച്ച് കൊടുക്കാൻ. ചുറ്റിനും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ഡിസ്റ്റൻസിൽ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഷേപ്പിൽ കൂടി വേണം തയ്ച്ചെടുക്കാനായിട്ട്. കറക്റ്റ് വരച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പിൽ കൂടി തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഷേപ്പ് കിട്ടുകയില്ല. ഇതേ മെത്തേഡിൽ തന്നെയാണ് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഉള്ളിലുള്ള ക്ലോത്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചുറ്റിനും ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ. ഇനി ഈ പീസ് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് നെക്ക് വരുന്നത്. ഇതിൻ്റെ ചുറ്റിനും ഞാൻ മെഷീനിൽ തന്നെ 2 ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പീസിൽ ഞാനിപ്പോൾ 2 ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഉൾവശം ഇതുപോലെയാണ് വരുന്നത്. ഇവിടെ വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. ബാക്ക് പീസും ഇതേ മെത്തേഡിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. റൗണ്ട് ഷേപ്പിൽ കൂടി കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം മറിച്ചെടുക്കാം. ബാക്ക് പീസ് പതിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഇൻവിസിബിൾ ആയിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്.
ബാക്ക് പീസിന് മീതെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച ശേഷം ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ എടുത്തിട്ട് ഫ്രണ്ട് പീസിന് മുകളിലേക്ക് വെച്ച ശേഷമാണ് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത്. ഇതുപോലെ വെച്ച ശേഷം ഒരു 1/2 ഇഞ്ചിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചെടുത്ത് നോക്കാം എങ്ങനെ വന്നിരിക്കുന്നതെന്ന്. ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ 2 ഷോൾഡർ ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും നെക്കിന് ഞാൻ 2 ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്ത പീസ് ഞാൻ ഇതുപോലെ മറിച്ച് സൈഡിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലെയർ കിട്ടുന്നതായിരിക്കും. ഫ്രണ്ടിലും ബാക്കിലും 2 സൈഡിലും ഇതുപോലെ പീസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിന് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് കൊണ്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പിംഗ് ത്രെഡ് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇനി അടുത്തായിട്ട് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ച ശേഷം 1/2 ഇഞ്ചിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് മുതലേ താഴോട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. താഴെ ഭാഗമൊന്ന് ലെവൽ ചെയ്ത് വെട്ടിക്കളഞ്ഞ ശേഷം മടക്കി തയ്ച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നൈറ്റിയുടെ ഔട്ട്ലുക്ക് വരുന്നത്. വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നൈറ്റിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.